അപ്പോൾ രാജസ്ഥാനിലെ ഒരു ഗാവിൻ്റെ ഉള്ളിലൂടെ ഗാവിൻ്റെ ഉള്ളിൽ നമ്മളൊരു വലിയ ആൽമരം കാണാൻ പോവുകയാണ്. അതായത് ബിഗസ്റ്റ് ബനിയാൻ ട്രീ നമ്മൾ കണ്ടതാണ് ആന്ധ്രാപ്രദേശിൽ. പക്ഷേ ഇവിടെ രാജസ്ഥാനിലുള്ള ഒരു വലിയ ആൽമരമാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ താമസിച്ചിരുന്ന പിപ്ലാദ്രിയിൽ നിന്നും നമ്മൾ ഏകദേശം 20 കിലോമീറ്റർ നമ്മൾ പുറകോട്ട് പോന്നു. ഞാൻ പോയ വഴിയിലൂടെ തന്നെയാണ് തിരിച്ചു വന്നത്. അപ്പോൾ നമുക്ക് പിപ്ലാദ്രിയുടെ ആ ഒരു സർപഞ്ച് നമുക്ക് ഇങ്ങനെ ഒരു ചാൻസ് തന്നതാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ പിപ്ലാദ്രിയിലാണ് തങ്ങുന്നത്. നാളെ രാവിലെയാണ് ഇവിടുന്ന് യാത്ര തിരിക്കാമെന്ന് വിചാരിക്കുന്നത്. കുഞ്ഞിയില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. കുഞ്ഞിയെ നമ്മൾ അവിടെ റൂമിൽ കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് അറേഞ്ച് ചെയ്ത് തന്ന ഒരു വ്യക്തി, आपका नाम क्या है जी? ജലാൽ ജോഷി. അപ്പോൾ സാവിൻ്റെ കൂടെ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് 1-2 കിലോമീറ്റർ കൂടെ പോയാൽ നമുക്ക് ആ വലിയ മരം കാണാൻ പറ്റും. ഇവിടെ കൂടുതലും കുന്നുകളും മലകളുമാണ്. ഇതുണ്ടോ, വലിയ കയറ്റങ്ങളൊക്കെ കയറിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നന്നായിട്ട് ചൂട് കൂടിയ സമയമാണ്. 42 ഡിഗ്രി ചൂടുണ്ട്. കൂടാതെ കാറ്റടിക്കുമ്പോൾ നല്ല ചൂടുകാറ്റാണ് മുഖത്തേക്ക് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകളെല്ലാം മുഖത്ത് തുണിയൊക്കെ കെട്ടിയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ആൽമരം, രാജസ്ഥാനിലെ ഏറ്റവും വലിയ ആൽമരം കാണുവാനായിട്ടുള്ള യാത്രയിലാണ്. പ്രകൃതിയാണല്ലോ എല്ലാം. ആൽമരത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്നാൽ ഓക്സിജൻ കൂടുതൽ കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം ഇവിടുത്തെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്, ഒറ്റപ്പെട്ട ഗ്രാമങ്ങളാണ്. ഇതൊക്കെ ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. സൈക്കിളിലൊന്നും ഈ കയറ്റം കയറി വരാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് തന്നെ ഒരു ചാൻസാണ്. രാജസ്ഥാനിലെ ഏറ്റവും വലിയ കാട് കാണാൻ പോയിട്ട് വരുന്നതാണ്. അത് മനുഷ്യനിർമ്മിതമായ കാട്. നമ്മുടെ നാട്ടിലൊക്കെ പ്രകൃതിയെ വെല്ലുവിളിക്കുന്നു, അതുകൊണ്ട് ചൂട് കൂടുന്നു. ഇവിടെ ആ ചൂടെങ്ങനെ കുറയ്ക്കാമെന്ന് അവർ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.